ടൈപ്പ് 1 പ്രമേഹം, അതായത് ശരീരത്തിൽ ഇൻസുലിൻ തീരെ ഇല്ലാതെ ഉണ്ടാകുന്ന പ്രമേഹമാണല്ലോ നമ്മൾ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ആ ടൈപ്പ് പ്രമേഹത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ഈ ഷുഗർ അൺകൺട്രോൾഡായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വൃക്കകളും കണ്ണുകളും ഞരമ്പുകളും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ തകരാറായാൽ നമുക്കതിന് ചികിത്സ ലഭ്യമാണ്. അതായത് വൃക്കകൾ തകരാറിലായി വൃക്കകൾ മാറ്റിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാൻക്രിയാസും കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതിനാണ് നമ്മൾ സൈമിൾട്ടേനിയസ് പാൻക്രിയാസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി കുറച്ചും കൂടെ ബെറ്ററായി വർക്ക് ചെയ്യും. കാരണം അങ്ങനെ രണ്ടിനും കൂടെ ഒന്നിച്ച് നമുക്ക് സൈമിൾട്ടേനിയസ് പാൻക്രിയാസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് വളരെ സങ്കീർണപരമായിട്ടുള്ള സർജറിയാണ്. പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് എന്ന് പറയുന്ന വീര്യം കൂടിയ ഡ്രഗ്സ് കഴിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു കിഡ്നി പ്രവർത്തിക്കാതെ വരുന്ന ഒരു സ്ഥിതിയിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകി സൈമിൾട്ടേനിയസ് പാൻക്രിയാസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ചികിത്സ ലഭ്യമാണ്. ഇന്ത്യയിൽ വളരെ വിരളമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. നമ്മുടെ അമൃത ആശുപത്രിയിൽ സൈമിൾട്ടേനിയസ് പാൻക്രിയാസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെടുക.